എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, നമ്മൾ ആരെ സ്നേഹിക്കുമ്പോഴും അവർക്ക് എന്തെങ്കിലും ഒരു കണ്ടീഷനൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാലേ അവരിങ്ങോട്ട് സ്നേഹിക്കുള്ളൂ അല്ലേ. അങ്ങോട്ട് റിപ്ലൈ ചെയ്യാൻ വൈകിയാൽ പോലും ആ സ്നേഹം കുറയുന്നത് കാണാം അല്ലേ. പക്ഷെ ഒരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷണലായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന രണ്ടാളുകൾ ഈ ലോകത്ത്, അതാരാന്നറിയുന്നത്? പാപ്പയും ഒരു സംശയം വേണ്ട. അണ്ട ചുന്തരക്കുട്ടനെ എടുക്കട്ടെ. ചീച്ചേ അതെ, വല്ലില്ലാത്ത ചിരി. ആ വല്ലില്ലാത്ത ചിരി ചുന്തരൻ. ചുന്തരി ഇരിക്കുന്നതിന് മുന്നേ പോയി. ബാബാ കയ്യെ പിടിച്ചോ. എന്നീ കളിയും ചിരിയും ഒന്നും ഞങ്ങളുടെ കൂട്ടത്തിലില്ല കേട്ടോ. 4 വർഷം മുമ്പ് ഒരു അവധിക്ക് ചെന്നപ്പോൾ വെറുതെ എടുത്തൊരു വീഡിയോ ആണിത്. ബന്ധം കൊണ്ട് ഇവരെനിക്ക് അമ്മായിയപ്പനും അമ്മായിമ്മയാണെങ്കിലും ഞങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. സ്നേഹം കൊണ്ട് ഞാനിവരെ എടാ പോടാ വാടാ വാടി, അതുപോലെ തന്നെ കനകമ്മേ കരുണാകര എന്നൊക്കെ വിളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ 4 വർഷം മുമ്പ് ഞങ്ങൾ ലാസ്റ്റ് അവധിക്ക് പോയപ്പോൾ എടുത്തൊരു വീഡിയോ ആണിത്. അതിനുശേഷം അമ്മ മരിച്ചു. 1 വർഷം തികയുന്നതിന് മുന്നേ അച്ഛനും മരിച്ചു. പിന്നീട് ഒരിക്കലും ഈ വീട്ടിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. വീട് അവിടെ അടഞ്ഞു കിടക്കുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത വീട്ടിലേക്ക് ഞങ്ങൾക്ക് ഭയങ്കര ശൂന്യത, ഒരിക്കലും പോകാനായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ വീണ്ടും ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം, നാട്ടിലേക്ക് വീണ്ടും ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം അറിയില്ല ശരിക്കും. അപ്പോൾ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. ഇതാണ് ഞങ്ങൾക്ക് അവരുമായിട്ടുള്ള അവസാനത്തെ ഓർമ്മകൾ, എല്ലാവരും കൂടി ഒരുമിച്ചിട്ടുള്ള ഓർമ്മകൾ. പടഞ്ഞാണോ? അതേതാ മീന്? അതും എടുക്കാം. വേണ്ട, അത് എത്ര ഉണ്ടാവും? അത് 1 കിലോ മുകളിൽ. അതോ മീഡിയം മതിയോ? മീഡിയം അടിക്കേട്ടെന്നാ. ആ അങ്ങനെയുള്ളത് മതി. എന്തായാലും വേണ്ടേ? അത് നോക്കി, അത് എത്ര ഉണ്ടെന്നുണ്ട്? 1 കിലോ. അത് മതിയോ? ഇതും കൂടെ 1 കിലോ. ചാടുവാ? വയമ്പ് സൂപ്പർ സാധനം കേട്ടോ. അച്ചാറിടാൻ ഏറ്റവും നല്ല കേട്ടോ. വലിയ വയമ്പ്. വലിയ വയമ്പല്ലേ കേട്ടോ അത്. ഏറ്റവും ആ കരിമീൻ ജീവനുണ്ട്. എത്ര കേട്ടോ? ഇപ്പം 570. നമുക്ക് നല്ല അടിപൊളി വരാലും പിന്നെ എന്നിട്ട് അതിൻ്റെ ഒരു കുഞ്ഞിത് വയമ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് സാധനങ്ങൾ വീട്ടിൽ ചെന്നിട്ട് തീരുമാനിക്കണം, വറുക്കണോ കറി വയ്ക്കണോ എന്താ വേണ്ടത് എന്നുള്ളത്. നമ്മളിപ്പം കടയിലൂടെ പോകുന്നുണ്ട് അല്ലേ. 2 സാധനം മേടിക്കണ്ട, അതും കൂടി വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക്. പെട്ടയ്ക്കുന്ന വരാൽ. അയ്യോ കാണാൻ പറ്റുന്നില്ല, വെയിൽ കാരണം തെളിച്ചം കിട്ടുന്നില്ല. ഞാൻ തൊട്ടിട്ടതാണ്. വെള്ളം ഒഴിക്കണ്ടേ? ഇത് വരാല് തന്നെയാണ് ചേച്ചി. അത് ചെറുമീനോ? ഒറിജിനലല്ലേ? ആട്ടാ നീന്തുവാ. അവർക്ക് സന്തോഷമായി. അവിടെ കിടക്കട്ടെ അവരപ്പോൾ.
നമുക്ക് കുറച്ച് കഴിയുമ്പം അവന്മാരെ ചട്ടിയിലാക്കാം. ഇവിടെ ഒന്ന് നോക്ക് തന്നെയാന്ന്. ഇറങ്ങി വാ ഇങ്ങോട്ട്. ചെരുപ്പിട്ടിട്ട് ഇങ്ങനെ നീങ്ങി നിൽക്കുക. അടുത്ത് വന്ന് കാണാം. കുഞ്ഞു വാങ്ങിക്കായിരുന്നല്ലോ. കുഞ്ഞിതോ? ഇതിനെന്നാ കുഴപ്പം? എനിക്ക് വളർത്തണോ? കണ്ടാ ഇതിന്റെ വേദനയെന്നറിയാവോ ഈ മീനിന്റെ? ഇതാണ് വരാല്. വരാല് കേട്ട്. അച്ഛാ വരാലല്ലേ എന്ന് നോക്കിക്കേ. ഒറിജിനലല്ലേ? അങ്ങോട്ട് എടുത്ത് വെക്കാവേട്ട്. വലുതുണ്ടായിരുന്നു ഒരു വലുത്. അതിനെ പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. വലിയ വരാല അല്ലേ? ആ ചെറുമീനാണോന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടപ്പം അടുത്ത ആള് വന്നു. അടുത്ത ആളും കൂടി കൺഫേം ചെയ്യൂ വരാലാണോന്ന്. എടുക്കിട്ടേ കാണിക്കോ. സെക്കൻഡ് കൺഫർമേഷൻ. വരാലാണോ ഇത് ചെറുമീനാണോ? ഒരു മഞ്ഞ നിറം ഉണ്ടെന്ന് തോന്നുന്നില്ല. അതാണോ? അതിനൊരു അങ്കിൾ അവിടെ വെച്ചിരുന്ന കുഞ്ഞുമീനിനെ വേറെ കുഞ്ഞുമീനിനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ജീവനില്ല. മൂടി വെക്കാം നമുക്ക്. കുഞ്ഞുമീനെ വേറെ മേടിക്കാന്നേ. കോട്ടയത്ത് പോകുമ്പോ മേടിക്കാം. ആ പൂച്ച രാത്രിയിലേ വരത്തുള്ളൂ, പകല് വരത്തില്ല. കണ്ട 2 കട്ട വെച്ചിട്ടുണ്ട്. അടിപൊളിയായി. അപ്പം നമുക്ക് രാവിലത്തെ പരിപാടി കഴിഞ്ഞിട്ട് അവന്മാരെ വെട്ടാം. ആ വല്ലില്ലാത്ത ചിരി ചുന്ദരൻ. ചുന്ദരി ഇരിക്കുന്നതിന് മുന്നേ പോയി. ബാബായെ പിടിച്ചോ. നമ്മുടെ റിപ്പർ കവിത തലക്കിട്ടടിക്കാൻ നിൽക്കുമോ നമ്മുടെ മീനിന്റെ. അയ്യോ ഇതിനെ എങ്ങനെ കൊല്ലുമല്ലേ. അപ്പം ഇതിനെ ചട്ടിയിലാക്കിയിട്ട് നമുക്ക് ബാക്കി പരിപാടി കാണാം. അയ്യോ നമ്മുടെ ചാരം ഇട്ടത് പെട്ടെന്ന് ചത്തു പോകുന്നു ഒന്നല്ലേ ചേച്ചി? ഇന്നാളം കണ്ടൊക്കെ അമ്മ ആ കീരിയല്ലല്ലോ, കാരിയുടെ മേത്ത് ചാര ഇടണുണ്ടായിരുന്നു. ഞാനൊക്കെ ചാര ഇട്ട ചത്തു പോകാനാന്ന്. അയ്യോ ഇറങ്ങിപ്പോയി. അതാ ഞാൻ പറഞ്ഞു ചാര ഇട്ടപ്പോ അതിനെന്തോ സംഭവിക്കുന്നുണ്ട്. കണ്ണിലോട്ട് ചെല്ലും. ഉപ്പും ചാരം വേണ്ടല്ലേ? തേച്ചല്ലേ ഉപ്പിട്ട് തേച്ച്. വെള്ളം ഒഴിക്കണം. ഈ ചെതുമ്പൽ ഇങ്ങനെ ചെത്തിയിട്ട് പിന്നെ തേക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി മാത്രം മീനിനെ കല്ലിലിട്ട് അലക്കുക, കുളിപ്പിച്ച്. അങ്ങനെ എണ്ണ ഒഴിച്ചോ ചട്ടി ചൂടായി. എവിടെയെങ്കിലും ഇരുന്നോ വെച്ച്. ഒഴിച്ചോ കുറച്ചുകൂടി വേണം. നോക്കി ചേച്ചി ഇത് മതിയോ? ചൂടി തുള്ളിയും കൂടി ഒഴിച്ചോ. മതി. എണ്ണ ചൂടാവണം. വെയിറ്റിംഗ്. അടുത്ത എണ്ണ ഇടണേ. ഉലുവ വെയിറ്റിംഗ് ഫോർ എണ്ണ ചൂടാകൽ. അത് കഴിയുമ്പോൾ നമ്മൾ ഉലുവായിട്ട് പൊട്ടിക്കുന്നതായിരിക്കും. കൊച്ചിച്ച് എണ്ണയുടെ അടുത്തൊന്ന് നീങ്ങിയിരുന്നു. അങ്ങോട്ടെങ്ങാനും ചെറുത്ത് വന്നു. ഇടാകായോ ഉലുവ ഇടാ. ആയിട്ടുണ്ടെന്ന് തോന്നുന്നു.
ടപ്പടപ്പടപ്പടപടേ ഇല്ല, ചൂടായില്ലായിരുന്നു. ഇപ്പം ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. കടുക് മക്കൂണിന് ഇട്ടോളൂ. കടുക് കുറച്ച് കൂടുതലും എടുത്തോ. ചേച്ചി കാണിച്ചേ. ചേച്ചിക്ക് കടുക് വേണ്ടല്ലോ. അത്ര എടുത്തോ 1 സ്പൂൺ എടുത്തോ. പൊട്ടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. രണ്ടും കൂടി ഒരുമിച്ച് കിടന്ന് പൊട്ടിക്കോളൂ. ഓക്കെ, പൊട്ടട്ടെ. അതെ, വെയിറ്റിംഗ്. ഒരാൾ നിന്ന് അവസാനം അവിടെ ഇരുന്നേച്ച്. മൂത്തുന്ന് വന്നല്ലേ? അല്ല, പൊട്ടിയില്ല. സൗണ്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. കടുക് പൊട്ടു, കടക് പൊട്ടു. അതെ, അയ്യോ, എണ്ണ ചൂടായില്ലായിരുന്നല്ലേ? അപ്പം നമ്മൾ സാധനങ്ങൾ ഇട്ടപ്പിച്ച് നേരോട് വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. സാരമില്ല, ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. ഇനി സൗണ്ട് ഇല്ലാതെ പൊട്ടുന്ന കടുകായിരിക്കുമോ? ഉണ്ടോ? അതിൻ്റെ അകത്ത് ബബിൾസ് ഒക്കെ വരുന്നുണ്ട്. സൗണ്ട് ഇല്ലെന്നേ ഉള്ളൂ. സൗണ്ട് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി തുടങ്ങി. ഓക്കെ, അപ്പൊ നമ്മുടെ കടുക് പൊട്ടി. ഇഞ്ചി, കുറച്ച് ഇഞ്ചി ഇടാം. ഇഞ്ചി, നമ്മുടെ നാടൻ ഇഞ്ചി, അടിപൊളി ഇഞ്ചിന്റെ പുറകെ ഞാൻ വെളുത്തുള്ളിയും കൂടെ അങ്ങ് ഇടുക. ഓക്കെ, അതൊക്കെ വേണേ. തീ ഇങ്ങോട്ടെല്ലാം ആളുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഒരു ചിരട്ട വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇളക്കണ്ടേ? വലിയ തവി എടുക്കണമായിരിക്കും അല്ലേ? സ്പൂണിട്ട് ഇളക്കിയാൽ കൈ പൊള്ളും. മതി. ഞാൻ ഇളക്കട്ടെ. ഇതൊന്ന് ചെറുതായിട്ടായിട്ടാണ്. എങ്ങനെയാ നമ്മൾ മൂത്ത് കഴിയുമ്പം കറിവേപ്പില. തീ അതിലേ വരുന്നു. കൈ എടുത്തോ. നമുക്ക് ആ നീളമുള്ള സ്റ്റീലിൻ്റെ ഒരു സാധനം വെച്ചാൽ അതെടുത്താലോ? ഇത് മൂക്കട്ടെ. ഇനി കയ്യിലെടുത്തിട്ട് ഇട്ടാലോ? അവിടെ നിന്നിട്ട് അതെല്ലാം കൂടി പറന്നു പോകും. കറിവേപ്പില എണ്ണയ്ക്കകത്ത് തീ പിടിക്കുമോ? ചിരട്ട ആളുന്ന. മതി, കുഴപ്പമില്ല ചേട്ടേ. അതൊക്കെ ആയിക്കോളും. ഇട്ട് പോയിട്ടൊന്നുമില്ല. ചേട്ടനെ തള്ളി മാറ്റിയാലോ? അല്ല, മുളക് പൊടി ഇടുമ്പോൾ കരിഞ്ഞു പോയാലോ? കട്ടിക്ക് വെച്ചൊരു ഉന്ത് കൊടുക്കും. ഇപ്പൊ തീ അടങ്ങി. ഇനിയിപ്പം മഞ്ഞപ്പൊടി ഇടാം അല്ലേ? ഇനി മഞ്ഞപ്പൊടി അതെല്ലാം കൂടി ഞാൻ ഒരുമിച്ചിട്ടോ. കുഴപ്പമില്ല. എല്ലാം കൂടി കുറച്ച് ഉള്ളു ഇട്ടോ. ഇച്ചിരി മുളക് പൊടി വേണോ ചേച്ചി? വേണമെങ്കിൽ പിന്നെ ശരിക്കും നമ്മളിത് മുളക് വരാലാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? മുളക് ഇട്ടത്, വരാൽ മുളകിട്ടത്, കോട്ടയം സ്റ്റൈൽ. വേഗം ഇളക്കി കടി കഴിയുന്നുണ്ട്. മീൻകറി കല്ലൂന് പിന്നെ കാണാപ്പാടാ കരിയുന്നു. ആയിട്ടുണ്ട്. ഉപ്പ് എത്ര വേണം? 2 സ്പൂൺ ഇട. 2 സ്പൂൺ ഉപ്പ്. ചൂടി ഇടാൻ തോന്നുന്നില്ലേ ചേച്ചി? വേണം. ഇനി ലാസ്റ്റ് ഇടാം. പുളി വെള്ളം മാത്രമാണോ? അല്ല, മൊത്തം പാത്രത്തോടെ കമത്തിക്കൂ. അത് കുതിർത്ത് വെച്ചിരുന്ന പുളിയാട്ടോ. കുറേ നേരം മുന്നേ എടുത്ത് വെച്ചിരുന്ന. ഓക്കെ, ഇനി വെള്ളം. നമ്മുടെ വരാലിനെ നല്ല ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വരാലിൻ്റെ മുളകിട്ട് വെക്കുന്നത് നല്ലതെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. അപ്പം അതിനെ ഒരു സ്കിന്നൊക്കെ ഇങ്ങനെ ചെത്തി കളഞ്ഞിട്ട് കല്ലിലിട്ട് നന്നായിട്ട് ഉരച്ചെടുത്തേക്കുന്ന ചാറ് ഏകദേശം തിളയ്ക്കാറായിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മീനെ പിടിച്ച് ചാറിൻ്റെ അകത്തിടാം.
ചാറ് നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനിയിപ്പോൾ ഇത് ഇങ്ങോട്ട് എടുത്ത് ഇടാം അല്ലേ? ഇപ്പൊ ചട്ടിക്കകത്ത് തികയുമെന്ന് സംശയം. ഓരോന്നിട്ടാൽ മതിയായിട്ട് തെറിക്കും കൈയിട്ട്. അത് കുഴപ്പമില്ല, സെറ്റ് ചെയ്യാലോ. അതിൻ്റെ തലയിടല്ല, ലാസ്റ്റ് ഇടയില്ലാണ്ട് പോയി കഴിയുന്ന തല മിച്ചം വരും. ബാക്കി പീസ് മിച്ചം വന്നാൽ നമുക്ക് വറുക്കാമല്ലോ. കല്ലോട്ട് ഒരു സ്പൂൺ ഇങ്ങനത്തെ നമുക്ക് വേറെ ചട്ടി ഇല്ലായിരുന്നു. വേറെ ചട്ടിയുണ്ട്, ഇതിൽ ഒതുങ്ങൂന്ന് ഓർത്തോണ്ട് ഇതിങ്ങ് എടുത്ത വലിയ ചട്ടി ഇരിപ്പുണ്ടായിരുന്നു. ആ സ്പൂണിങ് എന്നേടാ വെച്ചാ പെട്ടെന്ന് കൊണ്ടുപോ ഏട്ടാ. സോറി മീന് ഏട്ടാ. ബാക്കിയും കൂടി ഇട്ടിട്ട് ഇടയ്ക്ക് തിളയ്ക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടി എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങി കൂടിക്കോളും. ഏകദേശം ചട്ടി നിറഞ്ഞു കേട്ടോ. അതെ, ചേച്ചി വലുതെടുക്കാന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഇതിൽ ഒതുക്കാമെന്നുള്ള വിചാരത്തിൽ ഇരുന്ന ഇത് മതിയല്ലേ ചേച്ചി? തിളയ്ക്കുമ്പോൾ ഓക്കെ ആയിക്കോളും. മൂലക്ഷേത്രത്തിൽ തന്നെ ചെയ്തല്ലെന്നോ? എന്നെ കണ്ടിട്ട് പോകാം. ഇങ്ങോട്ട് വാ, ഞാൻ എല്ലാ സ്ഥലത്തിനും പോകുന്ന സ്ഥലത്തിന് മാത്രമേ മീനെല്ലാം ഇപ്പം പെറുക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇന്ന് തിളയ്ക്കാൻ വെച്ചു. എത്ര സമയം എടുക്കും? അരമണിക്കൂർ എടുക്കുമോ? അരമണിക്കൂറൊന്നും വേണ്ടല്ലോ ചേച്ചി. മീൻ ഇത് പെട്ടെന്നാകും. ഒത്തിരി വേവില്ല, വെയിറ്റിംഗ് ആവുമല്ലോ. ഒരു 10 മിനിറ്റ്. നാടൻ മീനിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചട്ടിയുടെ സൈഡിൽ തിള വന്നാൽ മതി എന്നാ പറയുന്നത്. നാടൻ മീൻ അന്നേരം വേകും, അന്നേരം നമുക്ക് കഴിക്കാം. ഞാൻ അതൊക്കെ പണ്ടങ്ങനെ ആണോ? ശരിക്കും പറഞ്ഞാണോ? ഞാനവിടുത്തെ ചുമ്മാ പറഞ്ഞാന്ന്. അതേ 2 മിനിറ്റോ മീനിന് വേവുള്ളെന്നൊക്കെയാണ് വലിയ വലിയ ഷെഫുമാരൊക്കെ പറഞ്ഞത്. നമ്മളെ ഈ അരമണിക്കൂറും 1 മണിക്കൂറൊക്കെ മീൻ വേവിക്കുന്നത്. എന്നായാലും 10 മിനിറ്റ് തിളക്കട്ടെ അല്ലേ? അതെ അതെ. മതിയാവുകയല്ലേ? മതിയോ? അപ്പം നമ്മൾ കപ്പ വേവിക്കാനുള്ള പരിപാടിയാണ്. കപ്പ കഴുകിയിട്ട് വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ് വേവിക്കാനായിട്ട്. മീൻകറി നടുക്കായിട്ട് ഒഴിച്ച് ഒഴുകിപ്പോകും. നമുക്ക് കപ്പയ്ക്കകത്ത് കുഴി കുത്തണ്ടായിരുന്നു. ഇവിടെ ഒരു തോളുണ്ടാക്കും. വീണ്ടും ഒരു അവധിക്കായിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. ഓടി വന്ന് കെട്ടിപ്പിടിക്കാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ താരാട്ട് പാടാനും താലോലിക്കാനും ഒന്നും ഇനി അച്ഛനും അമ്മയും ഇല്ല. കാലം മായ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറയുമ്പോഴും എന്തോ ചില മുറിവുകളൊന്നും ഒരിക്കലും ആയില്ല അല്ലേ?